ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു പേന പമ്പ് മേക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ ചെടികൾക്കൊക്കെ നമ്മളിങ്ങനെ വെള്ളം നനച്ചു കൊടുക്കൂലേ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം കണ്ടോ. അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് തീർന്നു പോയ ഒരു പേന എടുക്കണം. ഇതും അതേപോലെ ഒരു തീർന്നു പോയ 2 പേനയാണിത്. അപ്പോ ഇത് ഇത്തിരി മണ്ണുള്ള പേനയായിരിക്കണം രണ്ടാമത്തെ പേന. അപ്പൊ ഇതുമായിട്ട് ഇതൊന്ന് നല്ലോണം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ലൂസാകരുത് കേട്ടോ. ലൂസായച്ചപ്പോ വെള്ളം ഇങ്ങോട്ട് ലീക്ക് ആകാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ ലൂസാക്കാൻ പാടില്ല. പിന്നെ ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമ്മുടെ പമ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പരമാവധി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ടൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ഫിറ്റ് ആയില്ലെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു പൈപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് നൂല് ചുറ്റി കൊടുക്കണം. ഇതേപോലെയൊക്കെ ഒരു നൂല് ചുറ്റി കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. കണ്ട, ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നാൽ മാത്രമേ നമുക്കിത് ശരിക്കും ആകാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പോണ കാണും, പക്ഷെ അത് ഇതൊന്ന് അറേഞ്ച് ചെയ്യും. കൂടാതെ നോക്കി അത് വെള്ളം നേരെ പോകുന്നുണ്ട്. പോണ കണ്ടോ, പോയി അങ്ങോട്ട് പോകാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇതിലേക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ, ഈ വശത്തേക്ക്. അപ്പൊ നമ്മളിതോടെ ഒന്ന് ഇപ്പൊ നോക്കണമെങ്കിൽ ഇതിൽ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊന്ന് വെച്ച് കൊടുക്കാം, അത് കുടിച്ചോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ കുറപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ ഡിസ്ലൈക്ക് നിങ്ങളുടെ അഭിപ്രായം മറക്കരുത്. ഇതേപോലെ കുറേ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് എത്ര വേണമെന്നല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നമുക്ക് ഇനി അടുത്ത ഒരു ഐഡിയ ആയിട്ട് വരാം. അതുവരെ